എന്തെങ്കിലും വന്നാൽ ഞാനും അവരോടൊപ്പം വിഷം കുടിച്ച് മരിക്കാനേ പറ്റൂ, അല്ലാതെ ഒരു വഴിയും എനിക്കില്ല. ഞാൻ എൻ്റെ മക്കളെ അവരൊക്കെ ഒരു നിവർത്തിയില്ല. എൻ്റെ മക്കൾക്ക് ബാക്കിയുള്ളവർക്ക് ഞാൻ അവരെ കൊണ്ടാണ്, നാട്ടുകാരെ കൊണ്ടും ആണ് ഞാൻ എൻ്റെ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. എനിക്കൊരു നിവർത്തിയില്ല. എനിക്ക് കരയാനും പറയാനും ഒന്നും എനിക്ക് ആരോഗ്യമില്ല. ചില കറണ്ട് പോയ സമയത്ത് ഞങ്ങളെ അയച്ച് എൻ്റെ മോള് തീർന്നു പോയത് തന്നെ. ആരുമില്ല നോക്കാൻ, ആരുമില്ല നോക്കാൻ. ഇതൊക്കെ രണ്ടിനും എന്തെങ്കിലും വന്നാൽ ആരുമില്ല. നമുക്ക് മരിക്കാനേ പറ്റൂ. രണ്ടു മക്കളുടെ ജീവൻ നിലനിർത്തുവാൻ സുമനസ്സുള്ളവരോട് യാചിക്കുകയാണ് ഒരു വൃദ്ധമാതാവ്. കൊല്ലം പരവൂർ കൂനയിൽ മൂലവട്ടം ബംഗ്ലാവിൽ സരസ്വതി അമ്മയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 28 വയസ്സായ അമ്മയാണ് ഞാൻ. ഈ രണ്ടു മക്കളും ഇതുപോലെ കിടക്കുകയാണ്. ഞാൻ അവരെ രണ്ടുപേരെയും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവർക്ക് എന്തെങ്കിലും, എനിക്ക് വയ്യാതായ അവരും ഞാനും കൂടെ എന്തെങ്കിലും ചെയ്ത് മരിക്കാനും. വയസ്സ് മുതൽ എൻ്റെ മോളൊരു രോഗിയായിട്ടാണ് വന്നത്. അത് കുറച്ച് നാൾ വരെ 4-5 വയസ്സ് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഈ അസുഖമായി. നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. ഇപ്പം എൻ്റെ കൊച്ചുങ്ങളെല്ലാം കിടന്ന് കഷ്ടപ്പെട്ട് പൊടി. ഇവിടെ 1 വയസ്സ് 1.5 വയസ്സിന് ഇളമേ മൂപ്പേ ഉള്ളൂ. അവരാണ് ഇവിടെ കഷ്ടപ്പെട്ടൊക്കെ നോക്കിയത്. തന്റെ 6 മക്കളിൽ 5ാമത്തെ മകളായ ഷീബ പിറന്നു വീണത് തന്നെ രോഗിയായിട്ടായിരുന്നു. എന്നാൽ കുഞ്ഞിന് രോഗമുണ്ടെന്ന് അറിയുന്നത് ഏറെ വൈകിയും. ഷീബ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തലയിൽ ചിരങ്ങുണ്ടാവുകയും അതിൽ നിന്ന് പുഴുവും പഴുപ്പും വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഉള്ളതെല്ലാം വിറ്റുപറക്കി തുടർ ചികിത്സ നടത്തി രോഗം പൂർണ്ണമായും ഭേദമാക്കിയിരുന്നു. എന്നാൽ ഷീബ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജന്നി വരികയും അതിന് ചികിത്സ നടത്തിയെങ്കിലും പലവിധ രോഗങ്ങൾ ഈ കുഞ്ഞുകുട്ടിയെ പിടികൂടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഷീബ പൂർണ്ണമായും കിടപ്പിലായതോടെ ഈ കുടുംബം വഴിമുട്ടിയ അവസ്ഥയിലാണ്. രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് ഷീബയ്ക്ക് ശ്വാസകോശ സംബന്ധമായ രോഗബാധിതയാണെന്നും ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഷീബ ഇനി ശ്വസിക്കാൻ പറ്റുകയുള്ളൂ എന്നും ഡോക്ടർ അറിയിച്ചത്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത ഈ കുടുംബം 6800 രൂപ വാടകയ്ക്കാണ് ഓക്സിജൻ സിലിണ്ടർ എടുത്ത് ഷീബയുടെ ജീവൻ നിലനിർത്തുവാൻ ജീവവായു പകർന്നു നൽകുന്നത്. കൊടുത്താണ് ഇട്ടാക്കുന്നത്. എന്റെ മോക്ക് എന്തെങ്കിലും, മക്കൾക്ക് രണ്ടിനും എന്തെങ്കിലും വന്നാൽ ആരുമില്ല. എനിക്ക് വയസ്സ് 78 എന്നെ കൊണ്ട് യാതൊന്നും പറ്റുന്നില്ല. പലവിധ രോഗങ്ങളാൽ വലയുന്ന ഈ യുവതിക്ക് യോഗം മൂർച്ഛിച്ചാൽ കൊണ്ടുപോകുന്നതിന് ഇവർക്ക് വഴിയില്ലാത്തതാണ് മറ്റൊരു പ്രശ്നം. ഇവർക്ക് അനുവദിച്ചിട്ടുള്ള 3 ചുവട് നടവഴി ചതുപ്പായതിനാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാണ്. അതിനാൽ മറ്റുള്ളവരുടെ പുരയിടത്തെയാണ് ഈ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഈ കുടുംബം ആശ്രയിക്കുന്നത്. ഇവരുടെ ഈ ദുരവസ്ഥ കണ്ട് പരവൂർ മുനിസിപ്പാലിറ്റി അധികൃതർ വഴി ശരിയാക്കി നൽകുവാൻ തയ്യാറാണ്. എന്നാൽ തൊട്ടടുത്ത പുരയിടത്തിലെ ഉടമസ്ഥർ സമ്മതിച്ചാൽ മാത്രമേ ഇവരുടെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ. ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ട് കൌൺസിലറും മറ്റ് സന്നദ്ധ പ്രവർത്തകരും അടുത്തുള്ള വസ്തു ഉടമകളോട് സംസാരിച്ചുവെങ്കിലും അവർ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇതിനിടയിലാണ് ഇടുത്തി പോലെ സരസ്വതിയമ്മയുടെ മൂത്ത മകൾക്ക് മീനാട് വെച്ച് അപകടമുണ്ടായതിനെ തുടർന്ന് നട്ടെല്ലിനും വാരിയെല്ലിനും ഗുരുതരമായി പരിക്ക് പറ്റി കിടപ്പിലാവുകയും ചെയ്തത്. ഭർത്താവ് ഉപേക്ഷിച്ച ഈ മകളുടെയും ചികിത്സയും മറ്റും ഈ മാതാവിന്റെ ചുമലിലാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു മഴയത്ത് വെള്ളം വന്ന് കയറി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർക്ക് എഴുന്നേറ്റ് ഓടാൻ പോലും പറ്റില്ല. അമ്മേ പറ്റത്തില്ല, വഴി പോലും ഇല്ല. എന്ത് ചെയ്യും എന്നിട്ട് അമ്മ? നമുക്ക് മരിക്കാനേ പറ്റൂ. പിന്നെ മോള് മറ്റേ മോളും സുഖമില്ലാതായി, അവളും കിടപ്പായി. ഞാൻ തന്നെ ഇതിനെല്ലാം കിടന്ന് കഷ്ടപ്പെടാനുള്ളത്. ഇപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് മോളെ ഇപ്പൊ കൊണ്ടുവന്ന് ഞാൻ ഇട്ടിരിക്കുന്നുണ്ട്. ചില കറണ്ട് പോയ സമയത്ത് ഞങ്ങളെ അയച്ച് എൻ്റെ മോള് തീർന്നു പോയത് തന്നെ. 2 മക്കളും രോഗങ്ങളാൽ വലയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ വൃദ്ധമാതാവ്. ഷീബയുടെ ചികിത്സ നടത്തുന്നതിനാൽ ഉള്ള കിടപ്പാടം വിറ്റ് ചികിത്സ നടത്തിയതിനാൽ കിടപ്പാടമില്ലാത്തതിനാൽ അപകടം പറ്റി കിടപ്പിലായ മൂത്ത മകളുടെ കൂടെയാണ് ഇപ്പോൾ ഷീബയും മാതാവും താമസിക്കുന്നത്. എന്നാൽ ആ വീടാകട്ടെ ജപ്തി ഭീഷണിയിലുമാണ്. സുമനസ്സുള്ളവർ സഹായിച്ചെങ്കിൽ മാത്രമേ ഈ അമ്മയ്ക്ക് മക്കളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ചികിത്സ നടത്താൻ സാധിക്കുകയുള്ളൂ. 38 വയസ്സായി. 1.5 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. അസുഖം എന്തോന്ന് നമുക്ക് ഇന്നും ഇത് കിട്ടിയിട്ടില്ല.
വാർദ്ധക്യ സഹജമായ അസുഖവും അതിനു പുറമെ രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം, തൈറോയ്ഡ് തുടങ്ങിയ രോഗങ്ങളാൽ വലയുകയാണ് ഈ വൃദ്ധമാതാവ്. തന്റെ രോഗങ്ങളെക്കാളും തന്റെ മക്കളുടെ ജീവൻ ഏതൊരു വിധേനയും നിലനിർത്തണമെന്നാണ് ഈ മാതാവിന്റെ ആവശ്യം. അതിനായി യാചിക്കാത്ത വഴികളോ കൈനീട്ടാത്തവരായോ ആരും മുന്നിലില്ല. എൻ്റെ മോളെ പഠിക്കൽ കൊണ്ടുപോയ സമയത്ത് എന്നെ വീട്ടിലെത്തിച്ച് ഞാനൊരു അസുഖക്കാരിയാണ്. എനിക്ക് പല അസുഖങ്ങളും ഉള്ളതാണ്. എന്നെ കൊണ്ട് എൻ്റെ മക്കളെ നോക്കാൻ പറ്റത്തില്ല അവസ്ഥയാണ്. എൻ്റെ മോളെ ഇന്നും ഒറ്റ കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പട്ടിണിക്കാരാണ്. കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കടം മേടിച്ചും സഹായങ്ങൾക്ക് കൈനീട്ടിയുമാണ് തന്റെ മക്കളെ ഇതുവരെ ചികിത്സ നടത്തിയത്. എന്നാൽ തുടർ ചികിത്സ നടത്തണമെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിലാണ്. സുമനസ്സുള്ളവർ സഹായിച്ചെങ്കിൽ തന്റെ മക്കളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്നാണ് ഈ അമ്മ വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.